ഹല്ലേലൂയ. എന്തൊരു ഉണർവില്ല. ഹല്ലേലൂയ. ദുഃഖവെള്ളി ആയതുകൊണ്ട് ആരും ദുഃഖിച്ചിരിക്കരുത്. ഹല്ലേലൂയ. ഗുഡ് ഫ്രൈഡേ ആണ്. ഹല്ലേലൂയ. ഇന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു ദൂതും പറയരുത്, നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് പോവുക. എന്നോട് പ്രത്യേകം വാൺ ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് മേച്ചടക്കമുള്ളവരോട് ഉള്ളത്. വളരെയധികം ഏറ്റവും വലിയ സന്തോഷം എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ ഇവിടെ ഒന്നാമത്തെ മൊഴി പറയുമ്പോൾ നാട്ടിൽ എൻ്റെ അമ്മ ഒന്നാമത്തെ മൊഴി പറയുന്നു. ഹല്ലേലൂയ. അവസാനത്തെ മൊഴി എൻ്റെ അനിയനാണ്. ഹല്ലേലൂയ. ഞങ്ങൾ അറിഞ്ഞത് രണ്ടുപേരാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരാഴ്ചയായിട്ട് ഒന്നാമത്തെ മൊഴി എല്ലാം പഠിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ അമ്മ വന്ന് മെനഞ്ഞാൻ തോന്നുന്ന എല്ലാം എടുത്തുകൊണ്ട് പോയി. ഹല്ലേലൂയ. പുള്ളിക്കാർക്ക് ഈസി ആയിരുന്നു. ഞാനിന്നത് വീഡിയോ എടുത്തതുകൊണ്ട് വളരെ സന്തോഷമായി. വളരെ സന്തോഷം. ഹല്ലേലൂയ. വളരെ വേഗം തന്നെ നമുക്ക് ഒന്നാമത്തെ മൊഴിയിലേക്ക് പോകാം. ഇന്ന് ദുഃഖവെള്ളിയായിട്ട് 7 മൊഴികൾ പറയുക എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്നത്. എനിക്ക് അവസരത്തിൽ തന്ന ലോക്കൽ ഉദ്യോഗസ്ഥർ മേജർ എല്ലാവർക്കുള്ള നന്ദിയെ ഞാൻ പറയുകയാണ്. ലോകമെമ്പാടും ക്രൈസ്തവരായിട്ടുള്ള എല്ലാവരും, പല വിശ്വാസമുണ്ട്, പല സഭകളുണ്ട്, പല വിശ്വാസ പ്രമാണങ്ങളുണ്ട്. പക്ഷെ അവരെല്ലാവരും ക്രൂശീകരണം എന്ന് പറയുന്ന ഒരു കാര്യം, യേശുവിന്റെ ജനനം, ക്രൂശീകരണം, അവർ ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചിട്ടുണ്ടോ അത് ആചരിക്കുന്നവരാണ്. ആചരിക്കുക അല്ലെങ്കിൽ നമുക്ക് ആചാരമില്ല, നമ്മൾ ഓർക്കുന്ന ഒന്നാണ്. ശ്രദ്ധിക്കുക, ആദ്യം മുതലുള്ള പാപത്തെ യേശു സ്റ്റോപ്പ് ചെയ്യുന്ന ദിവസമാണ് ക്രൂശീകരണം. ഹല്ലേലൂയ. മെയിൻ പോയിന്റ് അതാണ്. 7 മൊഴികളിൽ ഒന്നാമത്തെ മൊഴിയാണ് എനിക്ക് തന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഒന്നാമത്തെ മൊഴി തന്നെ. ഹല്ലേലൂയ. 7 മൊഴികളിൽ ഒന്നാമത്തേത്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണേ. ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം 33-34 വാക്യം. ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. വേദപുസ്തകം വായിക്കുമ്പോൾ, വേദപുസ്തകം പഠിക്കുമ്പോൾ യേശു ഒരുപാട് പ്രസംഗങ്ങൾ ചെയ്തിട്ടുണ്ട്. അവൻ വചനം പറഞ്ഞിട്ടുണ്ട്, അവൻ ഉപമാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവൻ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്, അവൻ ആളുകളെ ശാസിച്ചിട്ടുണ്ട്, അവൻ ഗിരിപ്രഭാഷണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ 7 മൊഴികൾ എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. കാരണം യേശു വേദനയിൽ കിടന്നുകൊണ്ട് പറയുന്ന മൊഴിയാണ് 7. ബാക്കി ഒന്നിന് വേദനയില്ല. അവൻ ഉപദേശിക്കുകയായിരുന്നു, പ്രസംഗിക്കുകയായിരുന്നു, ശാസിക്കുകയായിരുന്നു. പക്ഷെ 7 മൊഴികൾ എന്ന് പറയുന്നത് അവന്റെ അവസാന സമയം അവൻ വേദനയിൽ പറയുന്ന മൊഴികളാണ്. 3 വേദനകൾ സഹിച്ചുകൊണ്ടാണ് യേശു 7 മൊഴികൾ പറയുന്നത്. ഗെത്സമനയിലെ വേദന, ശാരീരിക വേദന, ആത്മാവിന്റെ വേദന. ഇത് 3 സഹിച്ചുകൊണ്ടാണ് അവൻ പറയുന്നത്. അതിൽ ആദ്യ മൊഴി 3 മൊഴികൾ മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്, ബാക്കി 2 തനിക്ക് വേണ്ടിയുള്ളതാണ്. ഏറ്റവും അവസാനത്തെ 2 ഭാവിയെയും ഭൂതത്തെയും പറ്റി യേശു പറയുന്ന മൊഴികളാണ്. ഇതിന് ഒന്നാമത്തെ മൊഴി കർത്താവ് പറയുന്നത് നമുക്ക് വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടിയല്ല, അവിടെ നിൽക്കുന്ന പടയാളികൾക്ക് വേണ്ടിയാണ്. ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. എല്ലാ മൊഴികളും എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. അത് പ്രത്യേകമായി ആ 7 മൊഴികളിൽ വളരെ പ്രാധാന്യത്തോടെ, വളരെ യേശുവിന്റെ അവസാന സമയത്തെ മൊഴികളാണ്. അത് എല്ലാവർക്കും വേണ്ടി പറഞ്ഞതല്ല, അവിടെ നിന്നിരുന്ന പടയാളികൾക്ക് വേണ്ടി പറഞ്ഞതാണ്. 7 മൊഴികളിൽ ഒന്നാമത്തെ മൊഴികൾ എന്ന് പറയുന്നത്. അതായത് ഗെത്സമന എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് വരെ യേശുവിന്റെ ശുശ്രൂഷ വേറൊരു രീതിയിലാണ്. ഹല്ലേലൂയ. അവർ ശുശ്രൂഷിച്ചത് ശിഷ്യന്മാർക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, യഹൂദന്മാർക്ക് വേണ്ടി, പരീക്ഷന്മാർക്ക് വേണ്ടി. അവർ വചനങ്ങളാലും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും എല്ലാം ഗെത്സമനയിൽ എത്തുന്നതിന് മുമ്പ് വരെ യേശു ശുശ്രൂഷിച്ചു. പക്ഷെ ഗെത്സമനയിൽ എത്തിയതിനു ശേഷം, യേശു തന്റെ ദൗത്യം ഏറ്റെടുത്തതിനു ശേഷം യേശുവിന്റെ സ്വഭാവത്തിൽ മൊത്തം മാറ്റം. അതിനുശേഷമുള്ള യേശു ചെയ്തത് വളരെ ശ്രദ്ധിച്ചുള്ള ശുശ്രൂഷകളായിരുന്നു. ഗെത്സമനയ്ക്ക് ശേഷം നിങ്ങൾ ബൈബിൾ പഠിക്കുമ്പോൾ യേശു സൈലന്റ് ആണ്. യേശു അനാവശ്യമായി ഒരു കാര്യം പോലും തർക്കിക്കില്ല, അനാവശ്യമായി ഒരു കാര്യം പോലും മിണ്ടത്തില്ല, അനാവശ്യമായി യേശു ഒരു മറുപടി പോലും പറയത്തില്ല. അതിനു മുമ്പ് വരെ തർക്കിച്ചിരുന്ന യേശു ഗെത്സമനയ്ക്ക് ശേഷം വളരെ ശ്രദ്ധിച്ചാണ് ശുശ്രൂഷ ചെയ്തത്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, അവൻ സുവിശേഷം പറഞ്ഞു, അവൻ രോഗികളെ സൗഖ്യമാക്കി. പക്ഷെ ഗെത്സമനയ്ക്ക് ശേഷം യേശു സൈലന്റ് ആണ്. അതിനുശേഷം
അമ്മമാരോടും കുഞ്ഞുങ്ങളോടും പറയുന്ന ഒരു വാക്യമല്ലാതെ 7 മൊഴികൾ മാത്രമേ അവൻ പറയുന്നുള്ളൂ. നിങ്ങൾക്കറിയുമ്പോൾ റോമ സാമ്രാജ്യത്തിൽ ഒരു പ്രശ്നമുണ്ട്. അവർക്കെതിരെ തിരിയുന്നവരെ, റോമ സാമ്രാജ്യത്തിന് എതിരെ തിരിയുന്ന, അവരുടെ എംപയറിന് നേരെ തിരിയുന്നവരെ അവർ ക്രൂരമായി കൊല്ലുന്നു. ഹല്ലേലൂയ. ഒരു ദയവുമില്ലാതെ ഏറ്റവും വലിയ ക്രൂരതയോടെ കൊല്ലുന്ന ഒരു സ്വഭാവമാണ് റോമ സാമ്രാജ്യത്തിനുള്ളത്. പക്ഷെ നിങ്ങൾ നോക്കിക്കേ, അതുവരെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന, വചനം പറഞ്ഞുകൊണ്ടിരുന്ന യേശു ആ ഗെത്സമനയ്ക്ക് മുമ്പ് വരെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരുന്ന യേശു റോമ സാമ്രാജ്യത്തിന് എതിരെ തിരിയുന്ന ഒരു സമയമാണ് അവന്റെ ക്രൂശീകരണത്തിന്റെ സമയം. അവർക്ക് നേരെ, അതായത് രാജാവായിട്ട് അവൻ 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 കഴുതപ്പുറത്ത് എഴുന്നള്ളുകയാണ്. അതായത് അവിടെ ഇരിക്കുന്ന രാജാവിനെതിരെ ഒരു രാജാവ്. ഹല്ലേലൂയ. അവരുടെ എംപയറിന് നേരെ കൈ ചൂണ്ടുന്ന ശുശ്രൂഷയാണ് കർത്താവ് ക്രൂശീകരണ സമയത്ത് മുക്തം ചെയ്തത്. അത് ടാർഗറ്റ് ശുശ്രൂഷയാണ് കർത്താവ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതുവരെ വചനം പറഞ്ഞുകൊണ്ടിരുന്ന യേശുവിനെ അവർ ലോക്ക് ചെയ്യുകയാണ്. റോമ സാമ്രാജ്യം, അവരുടെ പടയാളികൾ, അവരുടെ ജനങ്ങൾ ഒറ്റയടങ്കം യേശുവിനെ കള്ളസാക്ഷി പറഞ്ഞ് ഒറ്റുകൊടുത്ത് അവരുടെ സാമ്രാജ്യത്തിന് നേരെ, അവരുടെ രാജാവിന് നേരെ തിരിഞ്ഞ യേശുവിനെ അവർ ലോക്ക് ചെയ്യുകയാണ്. അത്ഭുതം കാണിച്ച യേശു, അടയാളം കാണിച്ച യേശു, പലതും ചെയ്ത യേശു സൈലന്റ് ആയിട്ട്, ഹല്ലേലൂയ, വളരെ അത്ഭുതകരമായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന യേശുവിനെ കാണാം. പക്ഷെ ഗെത്സമനയിൽ അവൻ സൈലന്റ് ആണ്. അതിനുശേഷം, അതായത് അവന്റെ ശുശ്രൂഷ ജനങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാം ചെയ്തു കഴിഞ്ഞു. അവന്റെ ശുശ്രൂഷയിലേക്ക് കയറുന്നു. ഗെത്സമനയ്ക്ക് അവൻ സൈലന്റ് ആണ്. അതിനുശേഷം യേശു വായ തുറക്കുന്ന ആദ്യത്തെ മൊഴിയാണ്, ഞാൻ സംസാരിക്കുന്നത്, എനിക്ക് തന്നിട്ടുള്ളത്. ആ മൊഴി ഇതാണ്. ഒന്നാമത്തേത്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായ്ക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. അതായത് തന്നെ പിടിച്ചുകൊണ്ടുപോയ റോമ സാമ്രാജ്യത്തിനെതിരെ, തന്നെ ക്രൂരമായി ക്രൂശീകരണം ചെയ്യാൻ പോകുന്ന റോമ സാമ്രാജ്യത്തിനെതിരെ, അല്ലെങ്കിൽ തനിക്കെതിരെ നിന്ന് റോമ സാമ്രാജ്യത്തിന്റെ പടയാളികളും ആ ഒരു വിഭാഗപ്പെട്ട ആളുകൾക്ക് വേണ്ടിയാണ് യേശു എന്ന് പറയുന്നത്. ഒരിക്കലും ജനങ്ങൾക്ക് വേണ്ടിയല്ല, അവിടെ നിൽക്കുന്ന പടയാളികൾക്ക് വേണ്ടി. നിങ്ങൾക്കറിയാമോ, യേശു എന്ന പേരിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്ക കൊണ്ട് യേശു എന്ന് പേരിടണം. ഹല്ലേലൂയ. ഗെത്സമനയുടെ ശുശ്രൂഷയ്ക്ക് മുമ്പ് വരെ ജനങ്ങൾക്കും ബാക്കിയുള്ള എല്ലാവർക്കും വേണ്ടി പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി യേശു ശുശ്രൂഷ ചെയ്തെങ്കിൽ, ഗെത്സമനയിൽ പിടിക്കപ്പെട്ടതിന് ശേഷം യേശു ഈ ആദ്യത്തെ മൊഴി പറയുന്നത് അവിടെ നിൽക്കുന്ന പടയാളികൾക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. അതായത് താൻ ആരെന്ന് അറിയാതെ തന്നെ പിടിച്ചുകൊണ്ട് വന്ന് തന്നെ മുറിവേൽപ്പിക്കുന്ന അവിടെ നിൽക്കുന്നവർക്ക് വേണ്ടി യേശു പിതാവിനോട് പക്ഷാഭേദം ചെയ്യുന്ന വാക്കുകളാണ്. ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാതെ കൊണ്ട് ഇവരോട് ക്ഷമിക്കണം. ഹല്ലേലൂയ. അതായത് യേശു എന്ന നാമത്തിന്റെ അർത്ഥം, അവൻ ഗെത്സമനയ്ക്ക് മുമ്പ് നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തു. ഗെത്സമനയ്ക്ക് ശേഷം അവൻ അവിടെ നിൽക്കുന്ന പടയാളികളെ പോലും പിതാവിന്റെ അടുത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി അവൻ പിതാവിനോട് പക്ഷാഭേദം ചെയ്യുന്ന മൊഴിയാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് യേശുവിന്റെ ജീവിതത്തിന്റെ ശുശ്രൂഷയുടെ എല്ലാം ഗെത്സമനയ്ക്ക് മുമ്പും ശേഷവും ഒറ്റ ദൗത്യം മാത്രമേ യേശുവിനുണ്ടായിരുന്നു. ഒരാൾ പോലും പാപത്തിന്റെ ശിക്ഷണത്തിലേക്ക് പോകരുത്. അവിടെ തന്നെ ഉപദ്രവിച്ച, തനിക്ക് വേണ്ടി എതിരായി നിന്ന, തനിക്ക് വേണ്ടി പ്രശ്നത്തിൽ നിന്ന റോമ സാമ്രാജ്യത്തിലെ പടയാളികൾക്ക് പോലും ഇടയിൽ നിന്നുകൊണ്ട് എൻ്റെ യേശു വാദിക്കുകയാണ്. ഹല്ലേലൂയ. ഇവർ ചെയ്തത് ഇന്നത് എന്ന് അറിയായതുകൊണ്ട് കർത്താവേ ഇവരോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. ആ യേശുവിന്റെ സ്വഭാവം, അവന്റെ ശുശ്രൂഷയുടെ പൂർത്തീകരണം വേറെ ഉണ്ടായിരുന്നെങ്കിൽ, ഹല്ലേലൂയ, നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്ന ശുശ്രൂഷ ഏറ്റവും നല്ലവണ്ണം നമുക്ക് മുന്നിലേക്ക് ഓടാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ എല്ലാവരുടെയും മനോഭാവം അത് തന്നെയാകട്ടെ. നമുക്ക് നേരെ വരുന്ന പ്രശ്നങ്ങൾ, നമുക്ക് നേരെയുള്ള പ്രതികൂലങ്ങൾ ഒന്നും നാം അല്ല, പിതാവിന്റെ കയ്യിലെ കർത്താവെ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന ഏറ്റവും നല്ല സ്വഭാവത്തിലൂടെ നിങ്ങൾ കടന്നു പോകാൻ യേശു ഏറ്റെടുത്ത ശുശ്രൂഷയുടെ ദൗത്യം നിങ്ങളിലേക്കും വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആദ്യത്തെ മൊഴിയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഏവരെ അനുഗ്രഹിക്കട്ടെ.